അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ 33 മക്കളിൽ 15 പേര് ആൺമക്കളും 18 പേര് പെൺമക്കളുമാണെന്ന് പറഞ്ഞു മുമ്പ്. ഇതിൽ ആൺമക്കൾ 15 പേരുണ്ടായിരുന്നെങ്കിലും 5 പേരിലൂടെ മാത്രമേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സന്താന പരമ്പരകൾ ഉണ്ടായിട്ടുള്ളൂ എന്ന് മഹാനായ ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ തൊബക്കാത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാരെല്ലാമാണ് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. മുമ്പ് പറഞ്ഞ വിശദീകരണങ്ങളിലൂടെ കിട്ടുമെങ്കിലും ഈ രൂപത്തിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല എന്നുള്ള നിലക്കാണ് സൂചിപ്പിക്കുന്നത്. ഇബ്നു സഅദ് തൊബക്കാത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 5 പേരാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആൺമക്കളിൽ സന്താന പരമ്പര ഉണ്ടായിട്ടുള്ളത്. 1 ഹസൻ റളിയല്ലാഹു അൻഹു, 2 ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിൻ്റെ സന്തതികൾ. പിന്നീട് ഖൗല ബീവിയുടെ മകനായ മുഹമ്മദ് ബിനുൽ ഹനഫിയ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് യമനിലെ ഹളറമൗത്തിൽ ബാക്ഷീർ എന്ന് പറയുന്ന ഒരു സയ്യിദ് കുടുംബമുണ്ട്. അവരുടെ ഉപ്പാപ്പയായിട്ട് വരും മുഹമ്മദ് ബിനുൽ ഹനഫിയ. അവരുടെ ഉമ്മ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാകുന്ന ഖൗല ബീവിയാണ്. മറ്റൊരു സന്താന പരമ്പരയുള്ള മകൻ അൽ അബ്ബാസുൽ അക്ബർ, ഉമ്മു ബനീൻ എന്നും ഉമ്മു സുനൻ എന്നുമൊക്കെ കിതാബുകളിൽ പറയുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയിലൂടെ ഉണ്ടായ സന്താനമാണ് അൽ അബ്ബാസുൽ അക്ബർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ കർബലയിൽ രക്തസാക്ഷിയായവരാണ് മഹാനവറുകൾ. അദ്ദേഹത്തിനും സന്താന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇബ്നു സഅദ് പറയുന്നു. പിന്നീട് 5ാമതായി സന്താന പരമ്പര ഉണ്ടായിട്ടുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആൺ സന്തതി ഉമറുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മു ഹബീബ എന്ന ഭാര്യയിലൂടെ ഉണ്ടായ മകനാണ് ഉമറുൽ അക്ബർ. ഈ ഉമറുൽ അക്ബറും മുഹമ്മദുൽ ഹനഫിയയും അൽ അബ്ബാസുൽ അക്ബറും ഇവർ 3 പേരും ഫാത്തിമ ബീവിയുടെ മക്കളല്ല. ഫാത്തിമ ബീവിക്ക് മൊത്തം 5 സന്തതികളുണ്ടായിരുന്നു. അതിൽ മുഹ്സിൻ എന്ന് പറയുന്ന കുഞ്ഞായിരുന്ന സമയത്ത് മരിച്ചുപോയതൊഴിച്ചാൽ 4 പേരാണ് പ്രായമുള്ളവരായി ഫാത്തിമ ബീവിയുടെ മക്കളുണ്ടായിരുന്നതെന്നും അതിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് സന്താന പരമ്പരകൾ ഉണ്ട് എന്നും സൈനബ ബീവിക്ക് സന്താന പരമ്പരകൾ ഉണ്ടായിരുന്നുവെന്നും ഉമ്മു കുൽസും എന്ന് പറയുന്ന മഹദിക്ക് ഉമറുൽ ഖത്താബിലൂടെ ഒരു സന്താനം ഉണ്ടായിരുന്നുവെന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കുക. അള്ളാഹു നമുക്ക് മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ഖൽബ് നന്നാക്കി തരട്ടെ.